നമസ്കാരം. പിണറായിയുടെ ദുർഭരണം അവസാനിക്കണമെന്നത് ഈ നാട്ടിലെ മനുഷ്യരുടെ മിനിമം ആവശ്യമാണ്. 10 വർഷം കൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കി. ഈ നാടിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അസാധാരണമാണ്. ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. ഈ സർക്കാർ കഴിഞ്ഞ വർഷം 24-25 വർഷത്തിൽ മാത്രം 29,000 കോടി രൂപ പലിശ അടച്ചു എന്നോർക്കണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡാണ് ഈ പലിശ. ഇങ്ങനെ പലിശ അടയ്ക്കേണ്ടി വരുന്നത് വരുമാനമില്ലാത്തതുകൊണ്ട്, അതേസമയം ചെലവ് വർദ്ധിക്കുന്നതുകൊണ്ട് സർക്കാർ സാധ്യമായ വഴികളിൽ നിന്നെല്ലാം നിയമപരമായും അല്ലാതെയും കടമെടുക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ സാമ്പത്തികമായി കേരളത്തെ കുട്ടിച്ചോറാക്കിയ, ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയ ഈ സർക്കാർ നുണ പറഞ്ഞും വ്യാജ കഥകൾ സൃഷ്ടിച്ചും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ കടുത്ത നിരാശ തോന്നും. യാതൊരുവിധ ആദർശവുമില്ലാതെ നുണ വ്യാപാരം നടത്തി ഈ സർക്കാർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ എടുത്ത് പരിശോധിക്കുക. നുണവ്യാപാരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ മാത്രം നോക്കുക. കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നടപ്പിലാക്കാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ, സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 2 ലക്ഷം കോടിയുടെ റോഡ് പണിയും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഓരോ ദിവസവും മന്ത്രിസഭാ യോഗം ചേർന്ന് പ്രഖ്യാപിക്കുന്നു. അവർക്കറിയാം ഇതൊന്നും തൽക്കാലം ചെയ്യേണ്ടി വരില്ല, തെരഞ്ഞെടുപ്പാകുന്നു. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഉചിതമാണെന്ന്. നോക്കൂ, കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചെയ്ത ഒരു പൊടിക്കൈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് NSS നേടിയ സുപ്രീം കോടതി വിധി സകലർക്കും ബാധകമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ 1.5 വർഷമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ട് കണ്ണു തുറക്കാതിരുന്ന സർക്കാരാണ് ഇനിയിപ്പോൾ ഭരണകാലാവധി കഴിയാറായപ്പോൾ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൂട്ടിക്കെട്ടിവെച്ചിരുന്ന JB കമ്മീഷൻ റിപ്പോർട്ട് ക്രൈസ്തവ വോട്ടുകൾ ലാക്കാക്കി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം അത് പൂട്ടിക്കെട്ടിവെച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ലത്തീൻ കത്തോലിക്കർക്ക് നിയന്ത്രണങ്ങളില്ലാതെ സംവരണം നൽകാൻ 1947 എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞു. മാത്രമല്ല, ബിഷപ്പുമാർക്ക് ഇനി സമുദായ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരമുണ്ട്. അതുണ്ടെങ്കിലും സംവരണം കിട്ടും. അതായത് ക്രൈസ്തവ വോട്ടുകളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കണ്ണിൽ പൊടിയിടലാണിത്. ഇത്തരം പ്രഖ്യാപനങ്ങളോടെ ക്രൈസ്തവർക്ക് പിണറായി സ്നേഹം കൂടുകയും അവർ വോട്ട് ചെയ്യുകയും ചെയ്യും എന്ന് പിണറായി കരുതുന്നു. നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും കഴിഞ്ഞ 10 വർഷം ഉപദ്രവിച്ചാലും അതെല്ലാം മറന്നുകൊണ്ട് ഇതാ പിണറായി നമ്മളെ സഹായിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാൻ, അതിൻ്റെ പേരിൽ ബിഷപ്പ് ചക്കാലക്കൽമാരെ കൊണ്ട് പിണറായി സ്തുതി നടത്താൻ പിണറായി മിടുക്കനാണ് എന്നോർക്കണം. ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാഗ്ദാനങ്ങൾ മാത്രമല്ല, പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ഇച്ഛാശക്തിയെ മുഴുവൻ കാർന്നു തിന്നുന്ന തരത്തിൽ നുണപ്രചരണം നമ്മുടെ ചെലവിൽ ശക്തമാക്കിയിരിക്കുന്നു. നമ്മൾ ഏത് ചാനൽ എടുത്തു നോക്കിയാലും ഇപ്പോൾ കാണുന്നത് സർക്കാരിൻ്റെ സഹിക്കാൻ വയ്യാത്ത നേട്ടങ്ങളുടെ പ്രചരണമാണ്. അറിയപ്പെടുന്ന സംഗീതജ്ഞന്മാരൊക്കെ സർക്കാരിന് വേണ്ടി ഗിത്താറും തബലയും എടുത്തുകൊണ്ട് പാടുന്നത് കേൾക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. നിർമ്മിതി ബുദ്ധി വഴിയുണ്ടാക്കിയ ഒരു വികസന പ്രചരണ പരസ്യം കേരളത്തിലെ ചാനലുകളിൽ മാത്രമല്ല ദേശീയ ചാനലുകളിലും ആറാടിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു യൂട്യൂബ് വാർത്ത കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ തുറന്നാൽ പിണറായിയെ സ്തുതിക്കുന്ന വാർത്തകളും വീഡിയോകളും മാത്രമാണ് ചാടി വരുന്നത്. ഇതൊക്കെ നടപ്പിലാക്കുന്നതിനൊപ്പം പിണറായിക്കെതിരെ, ഈ സർക്കാരിനെതിരെ ഒരു മാധ്യമവും ഒന്നും പറയാതിരിക്കാൻ സകല ചാനലുകൾക്കും പത്രങ്ങൾക്കും യൂട്യൂബുകൾക്കും പരസ്യം കൊടുക്കുന്നു. പരസ്യം എടുക്കുമെങ്കിൽ മറുനാടിന് പോലും അത് കിട്ടും എന്ന സാഹചര്യമാണ്. സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, അത് ഏതെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമാക്കിയാൽ ആയിരക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികൾ രംഗത്തുണ്ട്. മന്ത്രിമാരുടെ നേതാക്കളുടെയും ഇൻ്റർവ്യൂ ചാനലുകളെയും യൂട്യൂബർമാരെയും വിളിച്ചു കൊടുക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളും പാർട്ടിയും ഏർപ്പെടുത്തിയിരിക്കുന്ന കിണറേഷ് കുമാറിനെ പോലുള്ളവരുടെ ക്യാമ്പയിന് പുറമെയാണ് പണം കൊടുത്തുകൊണ്ട് യൂട്യൂബർമാരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് പ്രചരണം നടത്തുന്നത്. എന്ന് വെച്ചാൽ സർക്കാരിനെതിരെ ഒന്നും വരാൻ പാടില്ല, സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചായിരിക്കണം എല്ലാവരും ചെയ്യുന്നത്. സകലർക്കും പണം വീതിച്ചു കൊണ്ടിരിക്കുന്നു. പത്രങ്ങളിൽ പരസ്യത്തിൻ്റെ പ്രളയമാണ്. 1, 2, 3 പേജ് പരസ്യം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആരും വായിക്കാത്ത പത്രങ്ങളിൽ പോലും. ഇതിനേക്കാൾ സഹിക്കാൻ വയ്യാത്തത് പ്രോഗ്രാം ചാനലുകളിൽ, അതായത് മഴവിൽ മനോരമയും അമൃത TVയും ഫ്ലവേഴ്സും CTV അടങ്ങുന്ന പ്രോഗ്രാം ചാനലുകളുണ്ട്. ഈ ചാനലുകൾ കാണുന്നത് വാർത്തയോട് യാതൊരു താല്പര്യവുമില്ലാത്തവരാണ്. ആ ചാനലുകൾക്കാണ് വാർത്താ ചാനലുകളേക്കാൾ 10 മടങ്ങ് സ്വീകാര്യതയുള്ളത്. ഇവിടെയുള്ള മനുഷ്യരിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് വാർത്താ ചാനലുകൾ കാണുന്നത്. അതുകൊണ്ട് വാർത്താ ചാനലുകളിൽ നടക്കുന്ന
ഗോഗോ വിളികൾ അറിയാത്തവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. അവർ കാണുന്ന ചാനലുകളാണ് മഴവിൽ മനോരമയും ഫ്ലവേഴ്സും ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം ചാനലുമൊക്കെ. ആ ചാനലുകളിലെ പരിപാടികൾക്കിടയിൽ സർക്കാരിൻ്റെ പ്രചരണം കേട്ടുകയാണ്, പരസ്യമല്ല. ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം കണ്ട പല പരസ്യങ്ങളും എല്ലാ ചാനലുകളുമുണ്ട്. സർക്കാരിൻ്റെ വികസനം, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ആരോഗ്യരംഗത്തെ കാര്യമൊക്കെ ചാനലിൽ ജഡ്ജിമാർ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ സ്കിറ്റിൽ ഞാൻ കണ്ട ഒരു മഴവിൽ മനോരമയിൽ കണ്ട ഒരു പ്രോഗ്രാം ഒരു സ്കിറ്റാണ്. നമുക്കറിയപ്പെടുന്ന സ്കിറ്റ്, നേരത്തെ മുതലുള്ള സ്കിറ്റാണ്. ഈ സ്കിറ്റിലെ കഥാപാത്രങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ഈ സർക്കാരിൻ്റെ നേട്ടത്തെക്കുറിച്ചാണ്, മാറിയ കേരളത്തെക്കുറിച്ചാണ്. എന്തൊരു വലിയ വൃത്തികേടാണ് ഈ കാട്ടുന്നത്. നമ്മളൊക്കെ ആദരിക്കുന്ന ശരത്തടക്കമുള്ള ചാനൽ ജഡ്ജിമാർ ഒരു ഉളുപ്പുമില്ലാതെ സർക്കാരിന് വേണ്ടി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ആത്മാഭിമാനമില്ലേ ഇവർക്കൊക്കെ എന്ന് ചോദിച്ചു പോകും. അവർക്കൊക്കെ പണം കിട്ടുന്നു, അതിനുവേണ്ടി അവർ നുണപ്രചരണം നടത്തുന്നു. സർക്കാരിന് വേണ്ടിയും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും പ്രചരണം നടത്താൻ പലരും ഈ സാഹചര്യത്തിൽ ഞങ്ങളെ പണം നൽകാമെന്ന വാഗ്ദാനവുമായി ബന്ധപ്പെടാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം ഒരാളെക്കുറിച്ച് പറയുന്ന നല്ല വാക്ക് അയാൾ നല്ലതാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ പറയേണ്ടതാവണം. പണം കിട്ടിയതുകൊണ്ട് നിർബന്ധിച്ച് പറയേണ്ടതാവരുത് എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ മുഴുവൻ യൂട്യൂബർമാരുടെയും ചാകരയാണിത്. എന്നെ വിളിച്ചു കൊടുക്കാമെന്ന് ചോദിക്കാൻ ധൈര്യമുള്ളവർ കുറവാണ്. എന്നാൽ പലപ്പോഴും ഓഫീസിലേക്ക് കോൾ വരും. ഈ ഓഫീസിലേക്ക് കോൾ വരുന്നവർക്ക് മറുനാടൻ എന്താണെന്നോ ഞാൻ എന്താണെന്നോ അറിയാത്ത ഏജൻസികളാണ്. അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ എടുക്കാമോ, അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കാമോ, എത്ര രൂപയാണ് നിരക്കെന്നാണ് ചോദിക്കുന്നത്. ഇത് ഏജൻസികൾ ഏൽപ്പിച്ചിരിക്കുന്ന. അവർക്ക് മറുനാടൻ ഏതാ മനോരമ ഏതാ എന്നൊന്നും അറിയില്ല. അവർ നോക്കുന്നത് യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമാണ്. ഇതാ ഈ ചാനൽ കൊള്ളാം, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പരിചയമുള്ള യൂട്യൂബർമാർ എന്നോട് ചോദിക്കാറുണ്ട്, സാറ് വാങ്ങില്ല എന്നറിയാം, എങ്കിലും ആരെങ്കിലുമൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ നിസ്സാര ചാനലുകളാണെങ്കിൽ പോലും 5000-10,000 രൂപ കൊടുക്കും, പരിചയക്കാരെ പറഞ്ഞു തരുമെന്ന്. നോക്കി എന്തൊരവസ്ഥയാണെന്ന്. പണമുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പണം വാങ്ങാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഇൻ്റർവ്യൂകളും പ്രഹസനവും നടത്തുന്നുണ്ട്. എന്നാൽ സർക്കാരിന് വേണ്ടി നടത്തുന്ന ഈ പ്രചരണം അതിരുവിടുന്നു എന്ന് മാത്രമല്ല, ഈ പ്രചരണത്തിന് ചെലവാരുടേതാണ്? നമ്മുടേത്. ഞാൻ ഡയറക്ടറായിരിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, പേഴ്സണലായും ഞാൻ നികുതി അടയ്ക്കുന്ന ആളാണ്. ഞാൻ വാങ്ങുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള ഓരോ സാധനത്തിനും GST കൊടുക്കുന്ന ആളാണ്. ഇതിൻ്റെയൊക്കെ വിഹിതം സർക്കാരിനെ നമ്മളെ നയിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. കൊടുത്തില്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാം. ഈ വിഹിതമാണ് ഈ വൃത്തികേടിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോവുകയാണ്, നിരാശ വരികയാണ്. ഇത്തരം പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും സാധിക്കാത്തത്? നോക്കൂ, ഏറ്റവും ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ കാട്ടിക്കൂട്ടിയ വൃത്തികേട്. മോഹൻലാലിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മോഹൻലാൽ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. രാജ്യം പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുന്നു, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിക്കുന്നു. സംസ്ഥാനം മോഹൻലാലിനെ വിളിച്ച് കൈയടിച്ച് ആദരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ആ മോഹൻലാലാണ് ദുർഭരണം കാഴ്ചവെച്ച് നാട് മുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിക്ക് വേണ്ടി ഇന്നലെ പബ്ലിക് റിലേഷൻ ഇൻ്റർവ്യൂവുമായി രംഗത്തിറങ്ങിയത്. എന്തൊരു വൃത്തികേടാണെന്ന് ഓർക്കണം. മോഹൻലാലിന് പണം കുറവായതുകൊണ്ടാണോ, അധികാരമില്ലാത്തത് കൊണ്ടാണോ? അല്ല. പിണറായി എന്ന ഈ നാട് മുടിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ഭരണാധികാരിയെ വെളുപ്പിക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ നടത്തുന്നു. എത്ര ബുദ്ധിപരമായാണ് ഈ അഭിമുഖം അവർ പ്ലാൻ ചെയ്തതെന്ന് ഓർക്കണം. എവിടെയാണ് ഇത് വരുന്നത് എന്ന് പറയാതെ സകല ചാനലുകൾക്കും സകല പത്രങ്ങൾക്കും ഇവരിത് കൊടുക്കുന്നു. ആർക്ക് വേണമെങ്കിലും ട്രെയിലർ ഇടാം. ഇരുവർ എന്ന് പേരിട്ട് സകലരും ഇത് കൊടുക്കുന്നു. മോഹൻലാൽ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അതോടെ മോഹൻലാൽ പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ട്രെൻഡിങ് സബ്ജക്റ്റായി മാറുന്നു. സകല ചാനലുകളും സകല യൂട്യൂബ് ചാനലുകളും ഈ ട്രെയിലർ കൊടുക്കുന്നു. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ സകല മാധ്യമങ്ങളിൽ വരുന്നു. എവിടെയാണ് ഇത് വരുന്നത് എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ നാടകീയമായി എവിടെയാണ് എന്ന് പറയാതെ എല്ലാവരെയും കൊണ്ടും കൊടുപ്പിച്ച് ഇത് വൈറലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏഷ്യാനെറ്റിനെ എക്സ്ക്ലൂസീവായി കൊടുക്കുന്നു. ഏഷ്യാനെറ്റിനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലായിടത്തും വരുന്നു. അത് ഏഷ്യാനെറ്റിനാണെന്ന് എല്ലാവരും അറിയുന്നു. അതുകൊണ്ട് എല്ലാവരും കാണും. എന്തുതരം സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണിത്? ഇതൊക്കെ നമ്മുടെ ഖജനാവിലെ പണമെടുത്താണ് എന്നോർക്കുമ്പോൾ എങ്ങനെയാണ് നെഞ്ചുപൊട്ടാത്തത്? അതിനേക്കാൾ വേദന തോന്നുന്നത് ഇത്തരം കൊള്ളയ്ക്കെതിരെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് നടത്തുന്ന ഈ വൃത്തികേടിനെതിരെ പ്രതികരിക്കാൻ, ശബ്ദിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല എന്നതാണ്. സർക്കാർ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് നുണ പ്രചരിപ്പിച്ച് മാധ്യമങ്ങളെ വിലക്കെടുത്ത് നമ്മുടെ ചിന്താശക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പ്രതിപക്ഷത്തിന് പോലും ഭയമാണ്. ഈ വൃത്തികെട്ട PR വർക്ക് കാണുമ്പോൾ പേടി തോന്നുന്നു. പിണറായിയുടെ ദുർഭരണം ഇനിയും തുടരുമോ എന്ന പേടി. അങ്ങനെ തുടർന്നാൽ ഈ നാട് ബാക്കിയുണ്ടാവില്ല. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച്
ഈ ദുർഭരണത്തിനെതിരെ ശബ്ദമുയർത്താൻ ഇച്ഛാശക്തിയുള്ള മനുഷ്യർ ഇല്ലാതാകുമ്പോൾ നാടിനെ തന്നെയാണ് ഒറ്റിക്കൊടുക്കുന്നതെന്ന് മോഹൻലാൽമാർ അറിയാതെ പോകുന്നു.